ഇന്ന് നമ്മുടെ കൂടെയുള്ളത് കലാക്ഷേത്ര അശ്വതി SK ആണ്. നമസ്കാരം ചേച്ചി. നമസ്കാരം. ചേച്ചി ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ പല സ്ഥാപനങ്ങളിലും നൃത്തം പഠിപ്പിക്കുന്ന പല രീതിയിലായിരിക്കും. ഭരതനാട്യം ആയിരുന്നാലും പല സ്റ്റൈലായിരിക്കും അവർ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരു കോമ്പറ്റീഷനിലേക്ക് പോകുമ്പോൾ അതെങ്ങനെയാണ് കുട്ടികളെ അത് കോമ്പറ്റീഷനിൽ ബാധിക്കാറുണ്ടോ? അല്ലെങ്കിൽ ഒരാൾ ജഡ്ജ് ചെയ്യുമ്പോൾ ജഡ്ജ്മെൻറ്റിൽ അത് ബാധിക്കാറുണ്ടോ? ഭരതനാട്യം ആണെങ്കിലും ഓരോന്നും ഓരോ സ്റ്റൈൽ തന്നെയാണ്. കലാമണ്ഡലം ഒരു സ്റ്റൈലാണ്, കലാക്ഷേത്ര വേറൊരു സ്റ്റൈലാണ്. ഞാൻ കലാക്ഷേത്രയിലാണ് പഠിച്ചത്. അപ്പോൾ പന്തനല്ലൂർ സ്റ്റൈലാണ് ഞങ്ങൾ പഠിച്ചു വന്നത്. ഇപ്പോൾ നമ്മൾ കേരളത്തിലാണ് ഈ കോമ്പറ്റീഷൻ ഇത്രയും ഇമ്പോർട്ടൻ്റ് ഉള്ളത്. അപ്പോൾ കൂടുതലും സ്കൂൾ കോമ്പറ്റീഷൻ, കോളേജ് തല കോമ്പറ്റീഷൻ അങ്ങനെ. അപ്പോൾ അതിൽ സ്റ്റൈലിന് അങ്ങനെ വലിയ പ്രാധാന്യമൊന്നുമില്ല. കാരണം ഒരു കലാക്ഷേത്രയിൽ പഠിച്ച ടീച്ചറെടുത്ത് മാത്രം പഠിച്ച കുട്ടികളല്ല കോമ്പറ്റീഷന് വരുന്നത്. അല്ലാണ്ട് കലാക്ഷേത്രയും കലാമണ്ഡലം അല്ലാതെയും പഠിച്ചു വരുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടാവില്ലേ. അപ്പോൾ നമ്മൾ സ്റ്റൈലല്ല അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. ഭരതനാട്യത്തിന് ബേസിക്കായിട്ട് വേണ്ട അരമണ്ടി, അഭിനയം, മുദ്രകൾ, അത് കാലിൻ്റെ ചലനങ്ങൾ, അതിൻ്റെയൊക്കെ പെർഫെക്ഷനൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ ജഡ്ജ്മെൻറ്റ് ചെയ്യുന്നത്. ഭരതനാട്യം മാത്രം ഫോക്കസ് ചെയ്യുന്നത് അത് കുട്ടികൾക്ക് സ്കൂളിൽ കുട്ടികളെ എല്ലാം പഠിപ്പിക്കാറുണ്ടോ? എല്ലാം പഠിപ്പിക്കാൻ പറ്റും. ഇപ്പോൾ ഭരതനാട്യം മാത്രം മതി എന്ന് പറയുന്ന കുട്ടികൾക്ക് ഭരതനാട്യം മാത്രം. ഇപ്പോൾ ഭരതനാട്യം പഠിച്ചാലേ മോഹിനിയാട്ടം, കുച്ചിപ്പുടി പഠിക്കാൻ പറ്റും, അങ്ങനെയില്ല. അപ്പോൾ അതിൽ ഏതാണോ കുട്ടികൾക്ക് വേണ്ടത് അവർക്കത് തന്നെ ആദ്യമേ പഠിച്ചു തുടങ്ങാം. ഇനി ഇതിൽ ഏത് നൃത്തരൂപം പഠിച്ചാലും വേറൊരു നൃത്തരൂപം പഠിക്കാൻ ഒരു തടസ്സവും ഇല്ല. അത് നമ്മൾ പ്രാക്ടീസിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന. ചേച്ചിയുടെ സ്കൂള് നാട്യശ്രീ അക്കാഡമിയിൽ എത്ര കുട്ടികളുണ്ട്? നമ്മുടെ സ്കൂളിൽ ആക്ച്വലി നൃത്ത ക്ലാസ് മാത്രമല്ല, ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം ഉണ്ട്. യോഗയുണ്ട്, കരാട്ടെ, കളരി, ഡ്രോയിങ്, മ്യൂസിക് എല്ലാം കൂടി 380 പിള്ളേരോളം ഉണ്ട്. ഈ ക്ലാസിക്കൽ ഡാൻസ് എന്ന് പറയുമ്പോൾ നൃത്താവിഷ്കരണം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങളിൽ ഉത്സവങ്ങളാണ് എപ്പോഴും എല്ലാവരുടെ മനസ്സിലും വരുന്നത്. ക്ഷേത്രങ്ങൾ ഉത്സവം, വേദിയിൽ നിന്ന് പെർഫോം ചെയ്യുന്നു, കാണുന്നു, അതാണ് എല്ലാവരുടെ മനസ്സിൽ. ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ അങ്ങനെ സാധ്യതകളുണ്ടോ? അതായത് ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ കുട്ടികൾ ചെയ്യാറുണ്ടോ, പോകാറുണ്ടോ, ഡാൻസ് കളിക്കാറുണ്ടോ? ക്ഷേത്രങ്ങളിൽ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ, നമ്മൾ സ്കൂളിന് ഒരു പ്രോഗ്രാം ചെയ്യണമെങ്കിൽ നമ്മൾ പോയി പ്രോഗ്രാം ചോദിച്ച് അവിടെ ക്ഷേത്രത്തിന് എന്തെങ്കിലും ക്യാഷ് നമ്മൾ അടയ്ക്കണമെങ്കിൽ നമ്മൾ അടച്ചിട്ട് നമുക്ക് പ്രോഗ്രാം ചെയ്യാം. ഇപ്പോൾ വളരെ വിഷമകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ധാരാളം കലാകാരന്മാർ, ഇന്ന് അറിയപ്പെടാത്ത തന്നെ ഒരുപാട് കലാകാരന്മാരുണ്ട് നമ്മുടെ നാട്ടിലും എല്ലാ ജില്ലകളിലും. പക്ഷേ ഇവർക്കൊന്നും അവസരമില്ല. ഇപ്പോൾ ഇവരുടെ ഒരു പ്രോഗ്രാം വെച്ചാൽ, നമ്മളിപ്പോൾ ഡാൻസ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് ആണ് അല്ലേ. മേക്കപ്പിനായാലും കോസ്റ്റ്യൂമിനായാലും ഇപ്പോൾ സ്റ്റേജ് ഡെക്കറേഷനായാലും എല്ലാം നമ്മൾ ഏത് സ്കൂളാണോ ചെയ്യാൻ പോകുന്നത് അവർ തന്നെ അത് ചെയ്യണം. അപ്പോൾ നമുക്ക് ഒരു ക്ഷേത്രത്തിൽ നിന്നും ആരും സ്പോൺസർ ചെയ്യത്തില്ല. നമ്മൾ തന്നെ ഇപ്പോൾ പിള്ളേരാണെങ്കിലും മേക്കപ്പിൻ്റെ പൈസ അവർ മുടക്കണം. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ചേർന്ന് അത് ചെയ്യാനേ പറ്റൂ. ഒരു സ്കൂൾ തന്നെ അതിൻ്റെ ഫുൾ റിസ്ക് ക്യാഷ് മുടക്കി ചെയ്യണം. ഇപ്പം നമുക്കതിൽ ബെനിഫിറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. നർത്തകിയാകണം, ഒരു ഡാൻസർ, നല്ലൊരു പേര് കേട്ട ഒരു പ്രശസ്തി ആർജിച്ച ഒരു നർത്തകിയാകണം എന്ന് തോന്നിയത് എപ്പോഴാണ്? അല്ലെങ്കിൽ താല്പര്യം ഉണ്ടായത് എപ്പോൾ തൊട്ടാണ്? ഞാൻ എൻ്റെ 3 വയസ്സ് മുതൽ ഡാൻസ് പഠിക്കുന്നുണ്ട്. ഫസ്റ്റ് പഠിച്ചത് എൻ്റെ നഴ്സറിയിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിനടുത്തുള്ളൊരു ടീച്ചറാണ് പഠിപ്പിച്ചത്. അത് കഴിഞ്ഞിട്ട് കരമനിൽ നിന്ന് കിരൺ മോഹൻ ചക്രവർത്തി സാറ് വന്ന് ക്ലാസ് എടുക്കുമായിരുന്നു. അങ്ങനെ സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തു, പഠിച്ചു വന്നു. അപ്പോഴൊന്നും വീട്ടുകാർ ഫോഴ്സ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഡാൻസ് പഠിക്കാനൊക്കെ പോയത്. അപ്പോഴും നമുക്ക് മടിയുണ്ട്, കളിക്കാൻ അരമണ്ടലിൽ ഇരിക്കുമ്പോൾ കാല് കഴിക്കും, അങ്ങനെ ഉണ്ട്. പക്ഷേ അത് സീരിയസ് ആയിട്ട് ഞാൻ ഡാൻസ് പഠിക്കാൻ തുടങ്ങിയത് കലാമണ്ഡലം സത്യഭാമ ടീച്ചറടുത്ത് ഞാൻ ഇവിടെ വെഞ്ഞാറമൂട്ടിൽ നിന്ന് കുന്നുകുഴിയിൽ പോയി പഠിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ വീട്ടിൽ വന്ന് പഠിപ്പിക്കുന്ന അധ്യാപകരുടെ ക്ലാസ് കാണുമ്പോഴും നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി പഠിക്കുമ്പോഴുള്ള വ്യത്യാസമുണ്ട്. രണ്ട് സ്ഥലത്തെയും നമ്മൾ കാണുന്ന കാഴ്ചകൾ രണ്ടാണ്. അപ്പോൾ ടീച്ചറടുത്ത് ചെല്ലുമ്പോൾ
അന്ന് ഞാൻ ചെല്ലുന്ന ആ ഫസ്റ്റ് ബാച്ചിൽ തന്നെ 60 കുട്ടികളോളം ഉണ്ട്. അപ്പോൾ ടീച്ചർ ഇരുന്ന് ക്ലാസ് എടുക്കുന്നു. ശരിക്കും ടീച്ചറെ കണ്ടിട്ടാണ് എനിക്ക് ഡാൻസ് പഠിപ്പിക്കണം, ഇതുപോലെ ടീച്ചറായിട്ടിരിക്കണം. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ടീച്ചറെ അടുത്ത് പോയി തുടങ്ങി ആദ്യത്തെ ആ ക്ലാസ് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ രാത്രി ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കില്ലേ, എൻ്റെ ചിന്ത മുഴുവൻ ഇതുപോലൊരു വലിയ ക്ലാസ്, അതിനകത്ത് നിറയെ പിള്ളേർ, സ്റ്റുഡൻസ്, ഞാൻ, യൂണിഫോം ഇട്ട് കുട്ടികൾ നിൽക്കുക, അങ്ങനെ അതുപോലെ പഠിപ്പിക്കണം. അതെൻ്റെ ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് ആ ഒരു ചിന്ത വെച്ചിട്ട് മുന്നോട്ട് നമ്മൾ പഠിച്ചു പോകുമ്പോൾ നമുക്ക് നല്ലൊരു ക്വാളിഫിക്കേഷൻ വേണം. അങ്ങനെയാണ് കലാക്ഷേത്രയിൽ പോകണം എന്നൊരാഗ്രഹം വരുന്നതും. അതും ഞാൻ എൻ്റെ ഗുരുവായ ടീച്ചർ കലാമണ്ഡലം പഠിച്ച ആളാണ്, ടീച്ചറുമായിട്ട് ഷെയർ ചെയ്യും. പക്ഷേ ടീച്ചർ എന്നെ കലാക്ഷേത്ര ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്തു. എൻ്റെ സ്കൂള് തുടങ്ങുമ്പോൾ സ്കൂളിന് നാട്യശ്രീ പേരിട്ട് തന്നത് ടീച്ചറാണ്. അതുപോലെ ടീച്ചറാണ് ഭദ്രദീപം കൊളുത്തി വീടിന് അടുത്ത് ഒരു റൂമിലാണ് ഞങ്ങൾ ആദ്യം തുടങ്ങിയത്. അത് ടീച്ചറാണ്. അതിൻ്റെ ഒരു ഐശ്വര്യമാണ് ഇന്നും എനിക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ ഗുരുക്കന്മാർ കലാക്ഷേത്രയിൽ, പിന്നെ എനിക്കൊരു ഭാഗ്യം കിട്ടിയത് കലാക്ഷേത്രയിൽ എൻ്റെ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും തോമസ് സാറാണ് പഠിപ്പിച്ചത്. അത് കഴിഞ്ഞ് തേർഡ് ഇയറും ഫോർത്ത് ഇയറും വസുന്ധര തോമസ്. ഇവർ രണ്ടാളും ഹസ്ബൻഡും വൈഫുമാണ്. അപ്പോൾ ആ ഒരു ഭാഗ്യം, അവരുടെ കീഴിൽ തന്നെ ആ ഒരു 4 വർഷം പഠിക്കാനും, അത് കഴിഞ്ഞ് ഞങ്ങൾ ഗുരുവായൂർ വന്ന് ഞങ്ങളുടെ ഫസ്റ്റ് പ്രോഗ്രാം അവതരിപ്പിച്ചു. പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സും എല്ലാവരും പിരിഞ്ഞു, എല്ലാവരും അവരവരുടെ കരിയർ നോക്കി. പിന്നെ ഞാൻ വന്നിട്ട് വീട്ടിൽ തന്നെയാണ് ഒരു ക്ലാസ് തുടങ്ങി. അന്ന് എനിക്ക് ഒരു കുട്ടി ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ കുറേ കുട്ടികൾ വരാൻ തുടങ്ങി. മാണിക്കോട് ക്ഷേത്രത്തിൽ വെച്ച് 10 കുട്ടികളുടെ അരങ്ങേറ്റം നടത്തി. ശരിക്കും എനിക്ക് കുട്ടികൾ വന്നതെന്ന് വെച്ചാൽ, ഞാൻ ഇന്ന് വരെ ഒരു കുട്ടിയെ, നമുക്ക് പരിചയമുള്ളൊരു കുട്ടിയെ പോലും എൻ്റെ അടുത്ത് വിടണേ ഡാൻസിന് അല്ലെങ്കിൽ അങ്ങനെ ക്യാൻവാസ് ചെയ്തിട്ടില്ല. നമ്മളെ സ്കൂളിൻ്റെ പബ്ലിസിറ്റി, ഞങ്ങളെ കുട്ടികൾ കളിക്കുന്ന പ്രോഗ്രാംസ് കണ്ടിട്ട് ഒക്കെ തന്നെയാണ് ഇത്രയും കുട്ടികൾ നമുക്ക് വന്നത്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യം ഡാൻസ് ക്ലാസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് പിന്നീടായപ്പോൾ ഞാൻ വിട്ടിട്ട് ഒരു ചെറിയ ഒരു ക്ലാസ് ചെയ്താലേ നമുക്ക് കുട്ടികളെ നിർത്തി ചെയ്യിക്കാൻ പറ്റുള്ളൂ എന്നൊരിതായി. അങ്ങനെ വന്നപ്പോഴാണ് ഇവിടെ നമ്മളെ നാട്ടിലൊരു കലാകാരനുണ്ട്, മുതാക്കൽ ഹരിലാൽ സാറ് തബല മാഷാണ്. അപ്പോൾ പുള്ളി ആണ് എന്നോട് പറഞ്ഞത്, ഏതായാലും നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ പോലെ ചെയ്യുവാണെങ്കിൽ മ്യൂസിക് ക്ലാസ്സും കൂടി വെച്ചുകൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ട് പാട്ടിന് വരുന്ന കുട്ടികൾ ഡാൻസിനും വരും, ഡാൻസിന് വരുന്ന കുട്ടികൾക്ക് അങ്ങനെ ഒരു താല്പര്യം വരും. അങ്ങനെയാണ് നമ്മൾ പാട്ടും ഡാൻസും കൂടി തുടങ്ങാം എന്നൊരു പ്ലാനിൽ നിന്നു ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഡ്രോയിങ് എല്ലാം കൂടി ഒരുമിച്ച ഇൻസ്ട്രുമെന്റ്സ്. ഇതുവരെ എത്ര കുട്ടികളുണ്ട്? ഇതുവരെ നമുക്ക് 380 പിള്ളേരുണ്ട്. പക്ഷെ പഠിച്ച് പോയ കുട്ടികളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ 1000 അല്ല, അതിനപ്പുറം കുട്ടികൾ ഇവിടെ നിന്ന് ഇപ്പം 2004 തുടങ്ങിയ സ്ഥാപനമാണിത്. അപ്പോൾ എല്ലാ വർഷവും ഇപ്പോൾ 2-3 വർഷം ആകുമ്പോൾ തന്നെ ചില അരങ്ങേറ്റം നമുക്ക് 30 പിള്ളേർ വരെ അരങ്ങേറ്റം ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ഈ അരങ്ങേറ്റം കഴിഞ്ഞിട്ട് ഈ കുട്ടികളെ നമ്മളെ കയ്യിൽ കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അരങ്ങേറ്റത്തിന് മാത്രമായിട്ടാണോ കുട്ടികൾ വരുന്നത്? അതാ ഭൂരിപക്ഷവും ഇന്ന് ആൾക്കാർ അരങ്ങേറ്റം ചെയ്യുക, നിർത്തുക, പിന്നെ അവർ പഠിത്തത്തിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് കൂടുതൽ. ഇപ്പോൾ എൻ്റെ കുട്ടി ഡാൻസിന് പോകുന്നു, അപ്പോൾ അടുത്ത വീട്ടിലെ കുട്ടി വേറൊരു ഇൻസ്ട്രുമെൻറ്റും കൂടെ പഠിക്കണേ, എന്നാൽ എൻ്റെ മോളും അതും കൂടി പഠിക്കട്ടെ, അങ്ങനെയാണ്. അല്ലാണ്ട് നമ്മളെ മോൾക്ക് എന്ത് കഴിവുണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കലല്ല, ഒരു മത്സരമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ മത്സരം വരുമ്പോൾ ഇത് പകുതി വഴിയിൽ പോവും. രക്ഷകർത്താക്കൾ തമ്മിലുള്ള മത്സരം. രക്ഷകർത്താക്കൾക്ക് അങ്ങനെ ഒരു മത്സരം ഉണ്ട് പൊതുവേ. കാരണം എൻ്റെ കുട്ടി ഡാൻസ് പഠിക്കുന്നു, അപ്പോൾ മറ്റേ കുട്ടി ഡാൻസും പാട്ടും പഠിക്കും, എന്നാൽ എൻ്റെ കുട്ടിയും പാട്ട് പഠിക്കട്ടെ, അങ്ങനെയല്ല. നമ്മളെ മക്കളുടെ ടേസ്റ്റ് നോക്കണം, അവർക്ക് ഏതിലായിരിക്കും അവർ കൂടുതൽ ശോഭിക്കാൻ കഴിയും, അത് നമ്മൾ തിരിച്ചറിഞ്ഞ് തന്നെ പഠിപ്പിക്കണം. പിന്നെ പഠനത്തിൻ്റെ കൂടെ കലയും കൊണ്ടുപോകാൻ പറ്റും. ഒരിക്കലും പഠനം ഉണ്ട് എന്ന് വെച്ചിട്ട് നമ്മൾ കല മാറ്റി നിർത്തണമെന്ന് അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഇവിടെയും പഠിക്കുന്ന കുട്ടികൾ തന്നെയാണ് വരുന്നത്. ഇപ്പോഴും അതും പറയണമല്ലോ, ഇപ്പോഴും വലിയ വലിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഇപ്പോഴും കല കൊണ്ടുപോകുന്നുണ്ട്, മുന്നോട്ട് കൊണ്ടുപോകുന്നവരുണ്ട്. അവർക്കൊരു സ്വയം വരുമാനമല്ലേ, കല പഠിച്ച് പകുതിയിൽ കളയേണ്ട ഒരു കാര്യമല്ലല്ലോ. അത് ഉപയോഗിക്കാൻ അറിയാത്തത് കൊണ്ടാണ് ഇവരെല്ലാം നിർത്തിപ്പോണത്. കുറേ ആൾക്കാർ അരങ്ങേറ്റം കഴിഞ്ഞ് ഇനി എന്തിനു പഠിക്കുന്നു, ആ ഒരു ചിന്താഗതി നന്നായിട്ടുണ്ട്, ശരിക്കും ഉണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. ക്ഷേത്രങ്ങളിൽ മാത്രമാണ് ഒതുങ്ങിക്കൂടുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പൊതുവായ ഒരു പരിപാടി നടക്കുമ്പോൾ, ഒരു ഫെസ്റ്റിവൽ നടക്കുമ്പോൾ, ഒരു ഇനാഗുറേഷൻ നടക്കുമ്പോൾ അപ്പോഴൊക്കെ നിങ്ങളെ വിളിക്കാറുണ്ടോ? അല്ലെങ്കിൽ ഒന്ന് പെർഫോം ചെയ്യൂ എന്ന് പറഞ്ഞിട്ട്?
നാട്ടിൽ തന്നെ ഒരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്യുവാണെങ്കിൽ വന്ന് എന്താ പറയുക ഒരു പെർഫോം ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഓഫറുകൾ വരാറുണ്ടോ? അതെന്താണെന്നറിയോ പ്രശ്നം, നമ്മൾ വിളിക്കാറില്ല. വിളിച്ചു കഴിഞ്ഞാലും നമ്മുടെ ഈ ഓഡിയൻസ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഘടകമാണ്. അവർക്കൊക്കെ എപ്പോഴും ഗാനമേള, സിനിമാറ്റിക്, നാടൻപാട്ട് അങ്ങനെ ഉള്ളതാണ് താല്പര്യം. ഇപ്പോൾ ക്ലാസിക്കൽ ഡാൻസ് പ്രോഗ്രാം ആണ് വെക്കുന്നതെന്ന് വെച്ചോളൂ, അപ്പോൾ അവരെന്താ പറയുന്നത്, കുട്ടികളുടെ ഡാൻസ് അല്ലെങ്കിൽ പിള്ളേരുടെ ഡാൻസ് അങ്ങനെ പറഞ്ഞ് ആ ഓഡിയൻസിനെ കിട്ടത്തില്ല. ശരിക്കും നമ്മളെ നാട്ടിൽ തന്നെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് മാണിക്കോട് ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നതാണ് നമ്മുടെ പ്രോഗ്രാം. അപ്പോൾ ആ ഒരു ക്രൗഡ് ഇപ്പോൾ ഈ നമ്മുടെ വീടിനടുത്തുള്ള ഏതൊരു ക്ഷേത്രത്തിൽ ചെയ്താലും കിട്ടത്തില്ല. കാരണം എനിക്കൊരു അനുഭവമുള്ള ഒരു കാര്യം കൂടി പറയാം. നമ്മുടെ പ്രോഗ്രാം ഉണ്ട്, അതിന് 2-3 ദിവസം മുന്നേ വേറെയും ക്ലാസിക്കൽ പ്രോഗ്രാം ഞാൻ പോയിട്ടുണ്ട്. ഈ ഇപ്പം നമ്മുടെ പ്രോഗ്രാമിന് നമ്മൾ ഓൾറെഡി ഉണ്ടാവും, വേറൊരു ക്ലാസിക്കൽ പ്രോഗ്രാമിന് ഞാൻ പോയി. ആ കുട്ടികളുടെ രക്ഷകർത്താക്കളല്ലാണ്ട് വേറെ ആരും ഇല്ല അത് കാണാൻ. ഇപ്പം നമ്മുടെ പരിപാടിയാണെങ്കിലും രക്ഷകർത്താക്കളും കുറച്ച് റിലേറ്റീവ്സും. അത് കഴിഞ്ഞിട്ടൊരു ഗാനമേളയോ നാടൻ പാട്ടുമാണ്, ഇത് എവിടെ നിന്ന് ആൾക്കാർ വരുന്നതെന്ന് അറിയാൻ പറ്റില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും, അങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒന്നും വന്നാൽ നമ്മൾ എടുക്കത്തില്ല. ഓഡിയൻസ് ഇല്ലാണ്ട് നമ്മൾ ചെയ്യുന്നതിൽ കാര്യമില്ല. കാരണം നമുക്കും നന്നായിട്ട് ക്യാഷ് ചിലവാകുന്നുണ്ടല്ലേ, ചിലവായിട്ടല്ലേ പോകുന്നത്. പിന്നെ ഇനിയിപ്പോൾ ഈ ലോകത്ത് എവിടെ വേണമെങ്കിലും ഏത് ക്ഷേത്രത്തിലും നമുക്ക് പ്രോഗ്രാം അവതരിപ്പിക്കാം. നമ്മൾ തന്നെ മുതൽ മുടക്ക് നേർച്ചാ പ്രോഗ്രാം അങ്ങനെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ആരും ഇങ്ങോട്ട് കാശ് തരൂല. ഈ സമൂഹത്തിൽ നിന്നുള്ളൊരു പിന്തുണ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് അത് ചേച്ചിയുടെ ലൈഫിൽ എങ്ങനെയായിരുന്നു? എനിക്ക് എൻ്റെ പിന്തുണ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെന്ന് പറയുമ്പോൾ നമുക്ക് ചുറ്റുപാടും നമുക്കിപ്പോൾ ഞാൻ പേരൊന്നും എടുത്ത് പറയില്ല, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്, സപ്പോർട്ട് ചെയ്യാത്തവരുണ്ട്. പിന്നെ നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളുടെ പാരൻസ് തന്നെയാണ്. അവർ നമുക്ക് തരുന്നൊരു സപ്പോർട്ട് വളരെ വലുത് തന്നെയാണ്, ഇല്ലയെന്ന് പറയുമ്പോൾ. അതിലുപരി നമ്മളെ കുട്ടികൾ, കാരണം നമ്മളെന്തെങ്കിലും ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ പണ്ടത്തെ പോലൊന്നും അല്ല കുട്ടികൾ, കുഞ്ഞു പിള്ളേർ വന്നിട്ട് പറയും ടീച്ചറെ ഞങ്ങളെല്ലാവരും ഇല്ലേ എന്ന് ചെറിയ മക്കൾ വന്ന് പറയുമ്പോഴേ അത് മതി. നമ്മൾ നമ്മൾ എന്ത് ടെൻഷനിൽ നിന്നാലും നമ്മൾ ഉഷാറാവും. അങ്ങനെ ഭയങ്കര മെൻ്റൽ സപ്പോർട്ട് എൻ്റെ കുഞ്ഞു മക്കൾക്ക് തരാൻ കഴിയും. അതെനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ. ചേച്ചിയുടെ കുട്ടികൾക്കപ്പോൾ വേദികൾ കിട്ടാറുണ്ടോ ക്ഷേത്രങ്ങളിലായിരുന്നാലും? പിന്നെ അവരുടെ തന്നെ കുടുംബക്ഷേത്രം അല്ലെങ്കിൽ അവർ പിടിക്കുന്ന പ്രോഗ്രാം അങ്ങനെയൊക്കെ വരുമ്പോൾ അങ്ങനെ ചെയ്യും. അതും അവർക്ക് പേയ്മെൻ്റ് ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല, അവരുടെ ആഗ്രഹമാണ്. അവരുടെ ആഗ്രഹം പറയുമ്പോൾ നമ്മൾ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ, അത് ചെയ്യണ്ടേ. ഇത്രയും ഡാൻസ് പഠിക്കുക അവർ വിടുമ്പോൾ അവരെ മക്കൾ അവരൊക്കെ ഇഷ്ടപ്പെട്ട ക്ഷേത്രത്തിൽ കളിക്കണമെന്ന് കാണും. അതൊക്കെ നമ്മൾ അവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യാനേ പറ്റുള്ളൂ. പിന്നെ അതിൽ എന്തെങ്കിലും എക്സ്പെൻസ് ഒക്കെ ആവുന്ന അവർ തന്നെ വഹിക്കണം, അല്ലാണ്ട് വേറെ ആരും വഹിക്കലുണ്ടാവില്ല. ചേച്ചി, ഇപ്പോൾ കാശുള്ളവൻ കാശില്ലാത്തവർ കല പഠിക്കുന്നില്ല, അങ്ങനെ ഒരു വാസന ഉണ്ടെങ്കിൽ തന്നെ അവർ വീട്ടിനുള്ളിൽ അങ്ങ് ഒതുങ്ങുവാണ്. അതിനുള്ള കാശ് അവരിൽ എടുത്ത് ചിലവാക്ക് അവരിലില്ല. അപ്പോൾ കാശ് ഉള്ളവനും ഇല്ലാത്തവരും പഠിക്കണ്ടേ കല? അവർക്കും അതിനുള്ള അവകാശം ഇല്ലേ സമൂഹത്തിൽ? ഉണ്ട്, അവർക്കും അവകാശമുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ സ്കൂളിലെ ഒരു അനുഭവം പറയാം. ഞാൻ ലോക്ക്ഡൗണിന് മുന്നേ വരെ നമ്മളെ സ്കൂള് ഗവൺമെൻറ് സ്കൂളുകളിൽ നിന്ന് സാധാരണക്കാരുടെ, അതായത് നിർധനരായ വിദ്യാർത്ഥികളെ ടാലൻറ്റ് ടെസ്റ്റിലൂടെ തിരഞ്ഞെടുത്ത് നാട്യശ്രീന്ന് സൗജന്യമായിട്ട് നൃത്തം പഠിപ്പിച്ച് അവരുടെ അരങ്ങേറ്റമൊക്കെ ചെയ്യിപ്പിച്ച് വിടും. അങ്ങനെ വിട്ട ഒരു കുട്ടി പോലും ഇന്നില്ല. എന്തുകൊണ്ടാണ്? അവർക്കൊക്കെ അരങ്ങേറ്റം ചെയ്യണം. അപ്പോൾ ആ ഓർണമെൻറ്റ്സ്, ഡ്രസ്സ് ഇതെല്ലാം അവരെടുക്കുന്നു, അത് ചെയ്യുന്നു. ഫീസ് നമ്മൾ 1 രൂപ പോലും മേടിക്കുന്നില്ല. നന്നായി 3 കൊല്ലം പഠിച്ചു, അരങ്ങേറ്റം കഴിഞ്ഞു. അവർ ടാലൻറ്റ് പോലെ, ഇപ്പോൾ ഒരു കുട്ടിയുടെ കഴിവ് പോലെയാണ് അതിൻ്റെ അരങ്ങേറ്റം നമ്മൾ നിശ്ചയിക്കുന്നത്. ഇപ്പം ഇന്നത്തെ കാലത്ത് കഴിവ് കൂടുതലുള്ള കുട്ടികളാണ്. കുറേ അവർ എന്ത് പറയണ കണ്ട് തന്നെ മനസ്സിലാക്കി അവർ കളിക്കും. നമുക്ക് തന്നെ അതിശയം തോന്നും. കുട്ടികളെ നമ്മൾ പഠിപ്പിക്കാൻ എടുക്കുമ്പോൾ സീനിയർ കുട്ടികൾ കളിക്കുന്ന കണ്ട് ചുവടുകൾ അവർ വെക്കും. അപ്പോൾ അത്രയും കഴിവുള്ള കുട്ടികളാണ്. അപ്പോൾ ടാലൻറ്റ് ടെസ്റ്റ് നടത്തി എടുക്കുക എന്ന് പറഞ്ഞാൽ കഴിവുള്ള കുട്ടികളായിരിക്കും. അപ്പോൾ നമ്മൾ പഠിപ്പിച്ച് വിട്ട് അരങ്ങേറ്റം കഴിഞ്ഞു, പിന്നെ അവർ ക്ലാസ്സിന് വരത്തില്ല. മനസ്സിലായില്ലേ? അപ്പോൾ 1 രൂപയായാലും പൈസ കൊടുത്ത് പഠിക്കുന്നവനെ അതിൻ്റെ വാല്യൂ ഉണ്ടാവുള്ളൂ എന്നാണ് എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ മനസ്സിലാക്കിയത്. കാരണം ഞാനിപ്പോൾ ലോക്ക്ഡൗണിന് ശേഷം അങ്ങനെ ചെയ്യുന്നില്ല. കാരണം നമ്മളെ കൂടെ അങ്ങനെ ടാലൻറ്റ് ടെസ്റ്റ് നടത്തി പഠിപ്പിച്ച ഒരു കുട്ടി പോലും ഇന്ന് നമ്മുടെ സ്ഥാപനത്തിൽ ഇല്ല. പക്ഷേ ഇനിയും നമുക്ക് ടാലൻറ്റ് ടെസ്റ്റ് നടത്തുമ്പോൾ കുട്ടികൾ വരും, ഫീസ് ഇല്ലാതെ അവർ പഠിക്കും. പക്ഷെ നമ്മൾ കൊടുക്കുന്നത് കൊണ്ടൊരു റിസൾട്ട് ഇല്ല. ഗ്രേസ് മാർക്ക്
പരീക്ഷാ സമയത്ത് ഇതുപോലെയുള്ള ഒരു കലാരംഗത്തുള്ള കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട്, അതായത് ഗ്രേസ് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കോമ്പറ്റീഷൻസ് അങ്ങനെ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികൾ വരാറുണ്ടോ? വന്നാൽ അത് കണ്ടിന്യൂ ചെയ്യാറുണ്ടോ? ഞാൻ കോമ്പറ്റീഷന് പുറത്തുനിന്ന് കുട്ടികൾ വന്നാൽ പഠിപ്പിച്ച് വിടാറില്ല. നമ്മളെ സ്കൂളിൽ റെഗുലറായി പഠിക്കുന്ന കുട്ടികളെയാണ് കോമ്പറ്റീഷന് വിടുന്നത്. അത് നമ്മൾ സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷന് പോകുമ്പോൾ, സ്കൂൾ തലത്തിൽ പോകുമ്പോൾ എ ഗ്രേഡ് കിട്ടണം. അപ്പോഴാണ് ഇവർക്ക് ഗ്രേസ് മാർക്ക് കിട്ടുന്നത്. ഇവിടെ ഇപ്പം ഞാൻ കണ്ടുവരുന്ന ഒരു രീതി എന്ന് വെച്ചാൽ ഇപ്പോൾ ഗ്രേസ് മാർക്ക് ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, എൻ്റെ മകൾ ഇത്രയും കാലം ഡാൻസ് പഠിച്ചതുകൊണ്ട് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അവർ വരുന്നുണ്ടാവില്ല. കോമ്പറ്റീഷൻ ആവാറാകുമ്പോൾ എനിക്കൊരു കോൾ വരും, ടീച്ചർ കോമ്പറ്റീഷനുണ്ട്, കുട്ടിയെ ഇന്ന് മുതൽ വിടട്ടെ, ക്ലാസ്സിന് വരും എന്ന് പറയും. അപ്പോൾ ആ കോമ്പറ്റീഷൻ അടുപ്പിച്ചുള്ള 2 മാസം ഈ കുട്ടികൾ റെഗുലറായിട്ട് ക്ലാസ്സിന് വരും. അത് കഴിഞ്ഞിട്ട് ഈവനിങ്ങിൽ നമ്മൾ കോമ്പറ്റീഷന് എക്സ്ട്രാ പ്രാക്ടീസ് കൊടുക്കണം. അത് നമ്മളും സമയം റെഗുലർ ക്ലാസ് അല്ലാത്ത ദിവസങ്ങളിൽ കണ്ടെത്തി ഈവനിങ്ങിൽ നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കണം. നമ്മളെ സമയത്തിനും വാല്യൂ ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ കണ്ടെത്തുന്ന സമയമാണ്. ഒരു ഭരതനാട്യം, കുച്ചിപ്പുടി അങ്ങനെയൊക്കെ ഉള്ള അങ്ങനെ ഒരു ഇനം പെർഫോം ചെയ്ത് കാണുന്നേക്കാളും കൂടുതലും ഇപ്പോൾ ആൾക്കാർക്ക് എന്താ പറയുക, സിനിമാറ്റിക് ഡാൻസ് അങ്ങനെ മുഴുവൻ വെസ്റ്റേൺ സ്റ്റൈലിലുള്ള കാര്യങ്ങൾ കാണാനും കേൾക്കാനുമാണ് ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അങ്ങനെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ചേച്ചിയെ പോലെയുള്ള നർത്തകിക്ക് അത് നന്നായിട്ട് ഇത് ബാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ഭാവിയായിരുന്നാലും ഇപ്പം വരുന്ന കുട്ടികൾക്കായിരുന്നാലും നന്നായിട്ട് ബാധിക്കും ഭാവിയെ. അപ്പോൾ അതെങ്ങനെയാണ്? ഞങ്ങൾ സ്കൂളിൽ തന്നെ എൻക്വയറിക്ക് വിളിക്കുന്ന കൂടുതൽ ആൾക്കാരും സിനിമാറ്റിക് ഉണ്ടോ എന്ന് ചോദിച്ചു തന്നെയാണ് വിളിക്കുന്നത്. അപ്പോൾ അവർ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചിട്ട് സിനിമാറ്റിക് ഇല്ല എന്നറിയുമ്പോൾ കൂടുതലും ക്ലാസിക്കലിലോട്ട് കുട്ടികളെ വിടുന്നവരാണുള്ളത്. ഇപ്പോൾ നമ്മൾ തന്നെ ഇപ്പോൾ ടൂറിസത്തിൻ്റെ പ്രോഗ്രാം നമ്മൾ ചെയ്യില്ലേ ഓണാഘോഷത്തിനൊക്കെ, അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് പേയ്മെൻറ്റ് തരും. അതിപ്പോൾ ഭരതനാട്യം ആണെങ്കിൽ നമ്മൾ പക്കാ ഭരതനാട്യം തന്നെ ചെയ്യണം. ഏതാണോ അതിപ്പോൾ മിക്സ് ആണെങ്കിൽ ഇപ്പോൾ ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം ക്ലാസിക്കൽ ഐറ്റംസ് മാത്രം ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഉത്സവ പ്രോഗ്രാം ആണ് ചെയ്യുന്നതെന്ന് വെച്ചോളൂ, അമ്പല പരിപാടി. അപ്പോൾ നമ്മളൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ പക്ക ക്ലാസിക്കലായിട്ട് ഡാൻസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആസ്വദിക്കാൻ ആൾക്കാർ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ഫ്യൂഷനൊക്കെ കലർത്തി ചെയ്യണം. എന്നാലും ഞാൻ മാക്സിമം നമ്മളെ ക്ലാസിക്കൽ വിടാതെ തന്നെ പാട്ടൊക്കെ ഫ്യൂഷനാക്കി അങ്ങനെ പ്രോഗ്രാം ചെയ്യാറുണ്ട്. അപ്പോൾ നല്ല ഓഡിയൻസിനെ നമുക്ക് കിട്ടും. അങ്ങനെ. അപ്പോൾ ചേച്ചി അങ്ങനെ ഒരു വെസ്റ്റേൺ അങ്ങനെ ഒരു സോങ് ചേച്ചി ഇപ്പോൾ പറഞ്ഞു, അങ്ങനെ ഒരു സോങ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതനുസരിച്ച് നമ്മൾ സ്റ്റോറികൾ കുട്ടികൾക്ക് അഭിനയത്തിൽ സ്റ്റോറികൾ അല്ലെങ്കിൽ മുദ്രകളും ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതൊരു നല്ലൊരു ഡിഫിക്കൽട്ട് അല്ലേ അത്? നമ്മൾ ക്ലാസിക്കൽ ഡാൻസാണ് പഠിപ്പിക്കുന്നതെങ്കിൽ എല്ലാം പുരാണ സ്റ്റോറി ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ ആ മുദ്രകളെല്ലാം മീനിങ് ഫുള്ളാണ്. അപ്പോൾ ഈ മുദ്രകളിൽ നിന്നാണ് നമ്മൾ ചെയ്യുന്ന ഒരു കഥാപാത്രം ഏതാണ് എന്ന് പോലും കാണുന്ന പ്രേക്ഷകന് മനസ്സിലാവുന്നത്. ഇപ്പോൾ സിനിമാറ്റിക് ഡാൻസ് ആകുമ്പോൾ അതിൻ്റെ ആവശ്യം വരുന്നില്ല, സ്റ്റെപ്സുകളാണ്. അല്ലാണ്ട് അതിലൊരു സ്റ്റോറി ഇതുവരെ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഞാൻ സിനിമാറ്റിക് ഡാൻസ് എൻ്റെ സ്കൂളിൽ പഠിപ്പിക്കുന്നില്ല, ഞാനത് പ്രൊമോട്ട് ചെയ്യുന്നുമില്ല. പിന്നെ പഠിക്കുന്നവർ പഠിക്കട്ടെ, അതിന് എതിരുമല്ല ഞാൻ. പിന്നെ ഞാൻ പഠിച്ചത് കലാക്ഷേത്രയിലാണ്. അപ്പം നമ്മൾ ആ ഒരു രീതിയിലല്ല നമ്മൾ മുന്നോട്ട് വന്നത്. ഇനി ഒരിക്കലും എൻ്റെ സ്കൂളിൽ ഒരു സിനിമാറ്റിക് ഡാൻസ് ക്ലാസ് വയ്ക്കത്തില്ല. ഈ എല്ലാ മേഖലകളും ഒരുപോലെ പ്രതിസന്ധി സൃഷ്ടിച്ചതാണ് ഈ കോവിഡ് സമയം. ആ കോവിഡ് കാലത്ത് എങ്ങനെയായിരുന്നു ചേച്ചിയെ ബാധിച്ചത്? എങ്ങനെയായിരുന്നു ചേച്ചിയുടെ സ്കൂൾ സ്ഥാപനം കുട്ടികൾക്കത് ഇതിപ്പോൾ ഈ കുറച്ച് ഗ്യാപ്പ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതിലേക്ക് പഠിക്കാൻ വരുന്നവർക്ക് അത് നന്നായിട്ട് ബാധിക്കും, അങ്ങനത്തെ കുട്ടികൾക്ക് നന്നായിട്ട് ബാധിക്കും. അതെങ്ങനെയാ കൈകാര്യം ചെയ്തത്? എങ്ങനെയായിരുന്നു? എന്നെ സംബന്ധിച്ച് കോവിഡ് സമയത്ത് നമ്മൾ സ്കൂൾ എല്ലാവരുടെയും പോലെ ക്ലോസ് ചെയ്തു. പക്ഷെ ഓൺലൈൻ ക്ലാസ് തുടങ്ങി. ഓൺലൈൻ ക്ലാസ് തുടങ്ങിയപ്പോൾ തീരെ ചെറിയ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റത്തില്ല. ഒരു 6 വയസ്സിന് ശേഷമുള്ള കുട്ടികളൊക്കെ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തു. അവർ നന്നായിട്ട് തന്നെ ഓൺലൈൻ ക്ലാസ് പഠിച്ചു എന്ന് പറയാം. പിന്നെ ഒരു മെയിൻ പ്രശ്നം വരുന്ന ഈ നെറ്റ്വർക്കിൻ്റെ പ്രോബ്ലം വരുമ്പോൾ ക്ലാസ് കട്ടായി അങ്ങനെ വരുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ. അല്ലാണ്ട് അന്ന് പഠിച്ച കുട്ടികൾ അത് കഴിഞ്ഞ് കോവിഡ് കഴിഞ്ഞ് നമ്മൾ ക്ലാസ്സിൽ വരുമ്പോൾ കറക്റ്റ് അന്ന് പഠിച്ച സ്റ്റെപ്സൊക്കെ അവർ കൃത്യമായി വന്ന് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെയാണ് ക്ലാസ് പോയത്. ആ ഓൺലൈൻ ക്ലാസ് ഉപയോഗപ്പെട്ടിട്ടുണ്ട്. അത് പിന്നെ നമ്മൾ നേരിട്ട് പഠിപ്പിക്കുന്നതും
ഇപ്പം എനിക്ക് പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു കുട്ടി എൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ അതിൻ്റെ കൈയൊക്കെ നമുക്ക് കറക്റ്റ് പിടിച്ച് വെച്ച് ക്ലിയർ ചെയ്യാം. അതൊന്നും ഇതിൽ പറ്റത്തില്ല. പിന്നെ ഇതിൽ നമ്മൾ കുറേ കൂടി സ്ട്രെയിൻ ചെയ്ത് പറയണം. അങ്ങനെ ടൈം കൂടുതൽ എടുക്കും ഓൺലൈൻ ക്ലാസ് ആകുമ്പോൾ. നമ്മളെ മുന്നിൽ നിൽക്കുന്ന ക്ലാസ്സും അതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. എന്നാലും നമ്മളെ മാക്സിമം നമ്മളും ശ്രമിച്ചിട്ടുണ്ട്, കുട്ടികളും അതനുസരിച്ച് എഫേർട്ട് എടുത്തു. അത് തന്നെയാണ് ആ റിസൾട്ട്. ഓക്കെ ചേച്ചി, അപ്പോൾ ഇത്രയും നേരം നമ്മളോട് സംസാരിച്ച് ഇത്രയും തിരക്കേറിയ അറിയാം, ഒരു സ്ഥാപനം നടക്കുമ്പോൾ അത്രയും സമയം ഭയങ്കര പ്രധാനമാണ്. അപ്പോൾ അത്രയും ഒരു സമയത്തിൽ നമ്മളോട് ഇത്രയും കാര്യങ്ങൾ സംസാരിച്ച് പങ്കുവച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. പിന്നെ ഇനിയും നല്ല നല്ല വേദികൾ കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ചേച്ചി. താങ്ക് യു.